ഹലോ നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? IPL അതിൻ്റെ ഏറ്റവും മൂർച്ഛാവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. ഇന്ന് SRH vs KKR തമ്മിലുള്ള ക്വാളിഫയർ 1 മത്സരം നടക്കുമ്പോൾ നാളെയാണ് ആ ഒരു പോരാട്ടം. അതെ, RCB vs RR തമ്മിലുള്ള എലിമിനേറ്റർ പോരാട്ടം. തോറ്റാൽ പുറത്തേക്ക് പോകുന്നുള്ള അവസ്ഥ, അതായത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം. എന്തായാലും ഇപ്പം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ഏറ്റവും നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ള രണ്ട് ടീമുകൾ തന്നെയാണ് RCBയും രാജസ്ഥാൻ റോയൽസും. അതിന്റെ കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒന്ന് നമ്മുടെ മലയാളി നായകൻ സഞ്ജു സാംസൺ നയിക്കുന്ന ടീമാണെങ്കിൽ മറ്റേത് കിങ് കോഹ്ലിയുടെ RCB ആണ്. ഈ സാല കപ്പ് നമ്മുടെ പറയാൻ തുടങ്ങിയിട്ട് അവർ വർഷങ്ങളായി. ഈ വർഷമെങ്കിലും അവർക്ക് ആ ഒരു കന്നിക്കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കുമോ എന്ന് കാത്തിരിക്കുന്ന ആരാധകർക്ക് വേണ്ടി നാളത്തെ ഒരു മത്സരം RCBക്കും വിജയിച്ചേ പറ്റൂ. പക്ഷേ രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ അതെ ശരിയാണ്, അവർക്ക് ഓൾറെഡി ഒരു കപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നേടിയതാണ്. അതും നമ്മുടെ മലയാളി ക്യാപ്റ്റൻ സഞ്ജുവിന്റെ കീഴിൽ നേടിയതുമല്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് ഒരു ലെജൻഡറി ക്യാപ്റ്റനായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന സഞ്ജു സാംസന്റെ കീഴിൽ ഒരു കപ്പ് ഉയർത്താൻ സാധിക്കുമോ? അതറിയാൻ വേണ്ടിയും നമ്മളൊക്കെ ഏറെ കാത്തിരിപ്പാണ്. അതിനൊക്കെ വേണ്ടി നാളത്തെ ഒരു മത്സരം വിജയിച്ചേ പറ്റൂ. കാരണം എലിമിനേറ്റർ പോരാട്ടമാണല്ലോ. തോറ്റാൽ പുറത്ത് പോവേണ്ടി വരും, വിജയിച്ചാലും ക്വാളിഫയർ 2-ലും വിജയിക്കേണ്ടി വരും ഫൈനലിലേക്ക് എത്താൻ വേണ്ടി. ചുരുക്കം പറയുകയാണെങ്കിൽ ഒട്ടും എളുപ്പമല്ല. ഇനിയും രണ്ട് വലിയ സ്റ്റെപ്പുകൾ തന്നെ കടക്കേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ റോയൽസിനും RCBക്കും ഫൈനലിലേക്ക് എത്താൻ. എന്തായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും നാളെ ഒരു ടീം പുറത്തു പോകും. ഒരു ടീം മാത്രമേ ക്വാളിഫയർ 2-ലേക്ക് പ്രവേശിക്കുകയുള്ളൂ. രാജസ്ഥാൻ റോയൽസും RCBയും രണ്ട് ടീമുകളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ട് ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാതെ അവർ രണ്ട് ടീമുകളും ക്വാളിഫയർ 2 കളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മെസ്സേജുകളും ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. RR ഓർ RCB ആര് ക്വാളിഫയർ 2-ലേക്ക് കടക്കും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെ, ഇതുവരെ IPL ചരിത്രത്തിൽ ഇതുവരെ എലിമിനേറ്റർ കളിച്ചിട്ട് കപ്പ് ഉയർത്തിയ ഒരൊറ്റ ടീം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെ, അത് 2016 SRH ആണ്. യെസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇസ് ദ ഓൺലി ടീം ഇൻ IPL ഹിസ്റ്ററി ടു വിൻ എലിമിനേറ്റർ ക്വാളിഫയർ 2 ആൻഡ് ഫൈനൽ ഇൻ എൻ IPL സീസൺ. ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. അതായത് എലിമിനേറ്ററിൽ വിജയിച്ചാൽ മാത്രം പോരാ, ക്വാളിഫയർ 2-ലും വിജയിക്കണം. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അതൊക്കെ അത്ര വലിയ പാടുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും ലീഗ് സ്റ്റേജിലൊക്കെ തുടർച്ചയായിട്ട് 6 കളികൾ വിജയിച്ചുകൊണ്ടാണ് RCB നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം ഈ സീസൺ തുടക്കത്തിലൊക്കെ അത്രയും കിടിലൻ വിജയങ്ങൾ, തുടർച്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മികച്ച വിജയങ്ങൾ തന്നെ രാജസ്ഥാൻ റോയൽസ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വെറും 2 കളികൾ വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്താനൊക്കെ അത്ര കടുപ്പമുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടി പറയുകയാണ്, തീർച്ചയായിട്ടും ഇനി ജീവൻ മരണ പോരാട്ടങ്ങളാണ്. ശരിയാണ്, ലീഗ് സ്റ്റേജിൽ തുടർച്ചയായിട്ട് ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിയുള്ള ടീമുകളുണ്ട്. പക്ഷേ ഇത് എലിമിനേറ്റർ ആണ്, തോറ്റാൽ പുറത്തു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സകലതും സമർപ്പിച്ചു തന്നെയായിരിക്കും എതിരാളികളും നിങ്ങളുടെ ടീമും ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എന്തും സംഭവിക്കാം. എലിമിനേറ്റർ പോരാട്ടമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു പ്രവചനവും നടത്താൻ പറ്റാത്ത അവസ്ഥയുമാണ്. തുടർച്ചയായി 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്താൻ രാജസ്ഥാൻ റോയൽസിനോ RCBക്കോ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും. കാരണം ഇതുവരെ SRH മാത്രമാണ് എലിമിനേറ്റർ കളിച്ചുകൊണ്ട് ക്വാളിഫയർ 2-ഉം കളിച്ചുകൊണ്ട് ഫൈനലിൽ കിരീടം ചൂടിയിരിക്കുന്നത്. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമല്ല ഈ രണ്ട് ടീമുകൾക്കും കാര്യങ്ങൾ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IPL ചരിത്രത്തിൽ ഇതുവരെ SRHന് മാത്രമേ എലിമിനേറ്റർ കളിച്ചുകൊണ്ട് കിരീടം ചൂടാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ചരിത്രം SRH 2016 കുറിച്ചിട്ടുള്ള ആ ഒരു റെക്കോർഡ് വീണ്ടും പുനർജനിപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസിനോ RCBക്കോ സാധിക്കുമോ? അത് നമുക്ക് കാത്തിരുന്ന് കണ്ടു അറിയേണ്ടതാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.